السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة التاسعة من جلسات سورة المائدة. ഇതിലേതൊക്കെയാണ് വാക്കുകൾ നമുക്ക് കിട്ടേണ്ടത്? സമ്മാഊൻ എന്താർത്ഥം? സമ്മാഊൻ ആരുല്ലേ? ധാരാളം കേൾക്കുന്നവർ. ധാരാളം കേൾക്കുന്നവർ, എല്ലാം കേൾക്കുന്നവർ, നല്ലതും ചീത്തയും ഒക്കെ കേൾക്കുന്നവരെന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇന്റൻസീവ് ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. അക്കാലൂൻ അതും തന്നെയാണ്. അക്കാലൂൻ ഏതിൽ നിന്നാണ്? തിന്നു, ആക്കില് തിന്നുന്നവൻ അക്കാലൂൻ. ധാരാളം തിന്നുന്നു, അതെ, എല്ലാം കിട്ടുന്നു, ഹലാലും ഹറാമും നോക്കാതിരിക്കുന്നവരെന്ന. സുഹത്താണ് ഒരു പുതിയ വാക്ക്, അന്യായമായത്. സുഹത്ത് അന്യായമായത്, അനുവദനീയമല്ലാത്തത്. അഹ്കും ബൈനഹും ഔ അഅ്ജബ് അൻഹും ഫഇൻ തുഅ്രിദ് അൻഹും ഫലൻ യദുറൂക ശൈഅ ഇൻ ഹകംത ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത് ഇന്നല്ലാഹ. ഏതാണ് പുതിയ വാക്ക്? റബ്ബാനിയൂൻ. റബ്ബാനി എന്ന് പറഞ്ഞാൽ ദൈവഭക്തൻ. ദൈവഭക്തൻ, ദൈവഭക്തന്മാർ. റബ്ബുൻ രക്ഷിതാവ്. റബ്ബാനി എന്ന് പറഞ്ഞാൽ രക്ഷിതാവിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരെന്നർത്ഥം. ദൈവഭക്തന്മാർ, ആ അർത്ഥത്തിലാണ് ദൈവഭക്തന്മാരെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. റബ്ബാനി. പിന്നെന്താ? അഹ്ബാർ, പണ്ഡിതന്മാർ. പിന്നെന്താ? ഇസ്തഹ്ഫള അവിടെ നിന്നിട്ട് ഉസ്തുഹ്ഫിളു എന്നാണ് ഇവിടെ ഉള്ളത്. ഉസ്തുഹ്ഫിളു ബിമസ്തുഹ്ഫിളു. അപ്പൊ ഉസ്തുഹ്ഫിള ഹഫിളയിൽ നിന്നും എവിടം വരെ എത്തി? ഇസ്തഹ്ഫള. അപ്പൊ ഇസ്തഗ്ഫറ ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗം നമ്മൾ പഠിച്ചില്ലെന്ന് പറയാം. ഇസ്തഹ്ഫള ഹിഫ്ള് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പൊ ഉസ്തുഹ്ഫിള ആവശ്യപ്പെടപ്പെട്ടു. ഉസ്തഹ്ഫിളു മിൻ കിതാബില്ലാഹി. പിന്നെ നഫ്സ്, ഐന്, അൻഫ്. അൻഫ് എന്താണ്? അൻഫ് മൂക്ക്. സിന്ന് പല്ല്. ജുറൂഹ്, ജുർഹുൻ ജംഉഹു ജുറൂഹ്. ഏകവചനം ഖുർആനിൽ വന്നിട്ടില്ല. ജുറൂഹ് മുറിവുകൾ. ഖിസാസ് എവിടെ പഠിച്ചു നമ്മള്? കുത്തിബ അലൈക്കുമുൽ ഖിസാസ്. ആരാണ് സംസാരിക്കുന്നത്? സംസാരിക്കുന്നവർ മൈക്ക് ആകില്ല. ഞാൻ എല്ലാവരെയും പോയി നോക്കേണ്ടി ആരാമട്ടെ. കഫാറത്തിന് എന്താ? കഫാറത്തിന് പ്രായശ്ചിത്തം. അതെ,
അപ്പൊ ഇതിൽ പുതിയ വാക്കുകൾ ഇനി ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇതിന്റെ ആശയം കൊണ്ടുവരണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سماعون للكذب أكالون للسخط فإن جاءوك فاحكم بينهم أو أعرض عنهم وإن تعرض عنهم فلن يضروك شيئا وإن حكمت فاحكم بينهم بالقسط إن الله يحب المقسطين. وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين. إنا أنزلنا التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشوا الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك هم الكافرون. وكتبنا عليهم فيها أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص فمن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون. فسماعون للكذب. അപ്പോ ജൂതന്മാരുടെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് അല്ലേ? സമൂഹത്തോടുള്ള, ന്യായത്തോടുള്ള, നീതിയോടുള്ള അവരുടെ നിലപാട്, സാമൂഹിക വ്യവസ്ഥയോടുള്ള അവരുടെ നിലപാട്, സാമൂഹിക ഘടനയോടുള്ള അവരുടെ നിലപാട് ഒക്കെയാണ് പറഞ്ഞു വന്നത്. സമ്മാഉൽ കള്ളം കേൾക്കുന്നതാണ് അവർക്ക് ഇഷ്ടം, അങ്ങനെ കേൾക്കുന്നവരാണ്. അക്കാലൂനലി സുഹത്ത്, അന്യായമായത് തിന്നുന്നവരാണ്. ഈ അവസ്ഥ ഇത് അവരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ നമ്മിൽ അതുണ്ടെങ്കിൽ നമ്മുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അഭിശപ്തരാണ്, അതായത് അത്രയും മോശമായിട്ടാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജൂതന്മാര് അഥവാ ജൂതന്മാരുണ്ടായിരുന്ന സ്ഥലമായിരുന്നു യസ്രിബ്. അവിടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്ന ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? അവരുമായി കരാറുണ്ടാക്കി, ഉടമ്പടി ഉണ്ടാക്കി. പിന്നീട് അവരെന്തായി തീർന്നു? അവർ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിലുള്ള, അവരുമായി ഒത്തുപോകുന്ന ഒരു സമൂഹമായി മാറി. അവരുമായി സമാധാന ഉടമ്പടി ചെയ്ത സഖ്യകക്ഷികളായി മാറി. പിന്നീട് അവർക്ക് മുസ്ലിങ്ങളെ പാരവയ്ക്കാനോ മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനോ സാധിക്കാത്ത അവസ്ഥയായി അവർ ആ രാഷ്ട്രത്തിന്റെ ഭാഗമായി തീർന്നു. അതേസമയം അവർക്ക് എന്ത് ചെയ്തിരുന്നു? പേഴ്സണൽ ലോ അനുവദിച്ചു കൊടുത്തിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഇസ്ലാം അവിടെ ചെന്നു, അവരുമായി ഉടമ്പടി ചെയ്തു. പക്ഷേ അവരുടെ മതകാര്യങ്ങളിൽ അവര് എന്ത് ചെയ്യേണ്ടതില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലോ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അടുക്കലോ അവിടുത്തെ ഖാദിയുടെ അടുക്കലോ അവർ വരേണ്ട കാര്യമില്ല. ഒരു പൊതുവായ വിഷയത്തിലല്ലാതെ
അവരുടെ മതകാര്യത്തിൽ അവർ വരേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ന്യായാധിപന്മാർ തന്നെ വിധിച്ചാൽ മതിയാകും. അവരുടെ കേസുകൾ അവർ തന്നെ കൈകാര്യം ചെയ്യാൻ മതിയാകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഫഇൻ ജാഊക, അവർ താങ്കളുടെ അടുക്കൽ വന്നാൽ ഫഹ്കും ബൈനഹും, അവരെന്ത് ചെയ്യുക? അവർക്കിടയിൽ വിധി കൽപ്പിക്കുക. ഫഹ്കും ബൈനഹും, അവർക്കിടയിൽ എന്ത് ചെയ്യുക? വിധി കൽപ്പിക്കണം. ക്ലിയർ ആണ്, നമുക്ക് വേറെ സംഭവം സംശയമൊന്നുമില്ല. ഔ ആജിറും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റള, എന്താർത്ഥം? അവഗണിക്കുക, അല്ലെങ്കിൽ അവഗണിച്ചു കളയാം. ഒന്നുകിൽ താങ്കൾക്ക് അത് കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ അത് വിട്ടേക്കാം. ഔ ആജിർ അൻഹും, അറളയുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ആണ് അൻ. അറള അൻഹും, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയിരിക്കുക, അവരിൽ നിന്നും മുഖം തിരിച്ചു കളയുക, അവഗണിക്കുക. അപ്പൊ ആ കേസ് എന്ത് ചെയ്യും? ഒന്നുകിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കേസ് അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം. നിങ്ങളുടെ ന്യായാധിപന്മാരെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ അവരോട് പറയാം. താങ്കൾ അതിൽ നിന്നും വിമുഖനായാൽ, അല്ലെങ്കിൽ വിമുഖത കാണിച്ചാൽ, അവഗണിച്ചാൽ, ഫലൻ യദുറൂക ശൈഅ, അത് അവർ താങ്കൾക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല. പ്രയാസമുണ്ടാക്കി, ബുദ്ധിമുട്ടുണ്ടാക്കി. ഫലൻ യദുറൂക ശൈഅ. അപ്പൊ യദുറൂന്റെ യഥാർത്ഥ രൂപം എന്താണ്? വന്നുകൊണ്ട് ഞാൻ പോയിട്ട് അവരൊട്ടും തന്നെ താങ്കളെ ബുദ്ധിമുട്ടിക്കുകയില്ല. അത് ഭരണകൂടത്തിന്റെ അവസ്ഥയായിട്ടാണെങ്കിലും, അല്ല ഒരു സമൂഹം എന്ന നിലയ്ക്കാണെങ്കിലും, അല്ലെങ്കിൽ വേറെ അവരൊരു തേർഡ് പാർട്ടി എന്ന നിലയ്ക്കായിരുന്നു, മദീനയുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ടായിരുന്നാലും, മതവിഭാഗമായിട്ടായിരുന്നാലും, ഏത് നിലയ്ക്കായിരുന്നാലും, അവർക്ക് താങ്കൾ അതിൽ നിന്നും പിന്തിരിഞ്ഞാൽ താങ്കളൊന്നും ചെയ്യാൻ കഴിയില്ല. വഇൻ ഹകംത, താങ്കൾ ജഡ്ജ്മെന്റ് നടത്തിയാൽ, ഹകംത, ഇത് നമ്മൾ ആ പശ്ചാത്തലം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹക്കമ യഹ്കുമു എന്ന വിധി നടപ്പാക്കി, തീർപ്പ് കൽപ്പിച്ചു എന്ന സംഗതികളൊക്കെ നമ്മൾ ആ പശ്ചാത്തലത്തിൽ തന്നെ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ ഒരു സാമൂഹിക ഘടനയും അതിന്റെ വിശാലതയും ഇസ്ലാം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയെയും കുറിച്ച് നമുക്ക് കാര്യമായിട്ട് ബോധം ഉണ്ടാവുള്ളൂ. വഇൻ ഹകംത, താങ്കൾ ജഡ്ജ്മെന്റ് നടത്തിയാൽ, ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, നീതിപൂർവമാണ് വിധി കൽപ്പിക്കേണ്ടത്. ജൂതന്മാരായതുകൊണ്ട് അവർ നമ്മുടെ ആൾക്കാരല്ല, അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പരിഗണന കൊടുക്കുന്ന രീതിയിലോ ഒരു രീതിയും ചെരിവ് ചെയ്യാൻ പാടില്ല. ബിൽ. അപ്പൊ ഇതെന്താണ്? ഇസ്ലാമിക നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന സിദ്ധാന്തമാണ്. ഇസ്ലാം വിധി കൽപ്പിക്കുന്നത് ന്യായം. അടുത്ത് സംസാരിക്കുന്നേ. അപ്പോ ടെസ്റ്റ് എന്താണ്? ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ അടിസ്ഥാനമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് തോന്നുന്നു, വിശദാസം എടുക്കൽ പ്രശ്നം വന്നപ്പോ, എപ്പോഴോ ഒരു വിഷയം വന്നപ്പോ പറഞ്ഞു, ഇനി ഫാത്തിമ തന്നെ കട്ടാൽ പോലും, ലൗ സരഖത് ഫാത്തിമത്ത് ബിന്ദു മുഹമ്മദിൻ ലഖതഅതു യദഹ, ഞാൻ അവരുടെ കൈ മുറിക്കും. അപ്പൊ എന്താണ്? അത് കൃത്യമാണ്. അത് യാതൊരു വിധയ്ക്കും വെള്ളം ചേർക്കാൻ പാടില്ല. കുനൂല് നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പഠിച്ചേ, സൂറത്ത് നിസായിൽ പഠിച്ചേ, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവുക. ശുഹദാ ലില്ലാഹി, അള്ളാഹിന് സാക്ഷ്യം വഹിക്കുന്നവരാകുക. ഒരു സ്ഥലത്ത് പറഞ്ഞു. വേറെ സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാവുക, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകുക. അപ്പൊ തിരിച്ചും മറിച്ചും തിരിച്ചും പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അതങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് നീതിമാന്മാരെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളെ റിസർച്ച് ഇതിലാക്കാൻ വേണമെങ്കിൽ, അള്ളാഹ് ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അള്ളാഹ് മുത്തഖികളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അതേപോലെ സാലിഹുകളുടെ മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അതേപോലെ ഒരു വിഭാഗമാണെന്ത്? ഖിസ്ത്.
അപ്പൊ അള്ളാഹുവിന്റെ മഹബത്ത് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? അതിലൊന്നും എന്താണ്? നീതിമാന്മാരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണൽ ലഭിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഏഴ് വിഭാഗം ആൾക്കാർക്ക് അള്ളാഹ് തണൽ നൽകുന്ന പറഞ്ഞു. അത് ഫസ്റ്റ് എന്താ പറഞ്ഞ? ആദ്യം പറഞ്ഞ എന്താ? ഇമാമുൻ ആദിലും. അത് തന്നെ, നീതിമാനായ ഭരണാധികാരി. അപ്പൊ ഇത് ഇസ്ലാമിന്റെ വിശാലതയും ഇസ്ലാമിന്റെ എന്താ പറയാ, ഇസ്ലാം ആകുന്ന ഒരു വ്യവസ്ഥയും കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അതിന്റെ വിശാലമായി മനസ്സിലാക്കണം. നീതിമാനായ ഭരണാധികാരി. അപ്പൊ നീതിമാനായ ഭരണാധികാരിയാണെങ്കിൽ അള്ളാന്റെ പ്രീതി സമ്പാദിക്കാൻ കഴിയും. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. അപ്പോ യഥാർത്ഥത്തിൽ ഒരു വിഷയം ഉണ്ടായി. ആ ഒരു വിഷയം ഉണ്ടായപ്പോഴ് അവര് അവിടുത്തെ കുലീന കുടുംബത്തിൽപ്പെട്ട 2 പേര് എന്ത് ചെയ്തു? അധാർമിക പ്രവർത്തി ചെയ്തു, വ്യഭിചാരം നടത്തി. അപ്പൊ അവരുടെ ഇതനുസരിച്ചാണെങ്കിൽ എന്ത് ചെയ്യണം? അവര് നാട്ടു നടപ്പനുസരിച്ച്, അവരുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാണ്, പിന്നീട് അവർ നാട്ടു നടപ്പ് അനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്നത് വേറൊന്നാണ്. എന്തായിരുന്നാലും അവരെ സമൂഹമധ്യത്തിൽ താറടിച്ച് സമൂഹമധ്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് അപ്പോഴവർ ചെയ്തുകൊണ്ടിരുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ അവരെന്ത് ചെയ്തു? അവർക്ക് അവരുടെ ജഡ്ജി തന്നെ വിധി പറഞ്ഞാൽ മതി, കേസ് അവിടെ തന്നെ അവരുടെ കോടതിയിൽ തന്നെ ഫയൽ ചെയ്താൽ മതി. അപ്പൊ അവർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ. അപ്പൊ അവിടെ ചെന്നാൽ എന്ത് ചെയ്യും? അവിടെ ചെന്നാൽ കേസ് ജഡ്ജ്മെന്റ് നടത്തിയാൽ അവരെ താറടിച്ച് സമൂഹത്തിൽ കൊണ്ടുവരണം. ഇതാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ കൊണ്ടുവന്നു. അവർ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? അവർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കൽ നിന്നും എന്തെങ്കിലും അനുകൂലമായ വിധി അവർക്ക് സമൂഹത്തിൽ ഉന്നതന്മാരാണ്, കുടുംബക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് വാങ്ങാം എന്നവര് വിചാരിച്ചു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വിവാഹിതരായ ഈ സ്ത്രീയെയും പുരുഷനെയും എറിഞ്ഞു കൊല്ലാൻ വിളിച്ചു. അപ്പൊ അവർക്കത് സ്വീകാര്യോഗ്യമായില്ല. അവർ സ്വീകരിച്ചില്ല. അവർ നേരത്തെ തന്നെ ധാരണ ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ആണ് മുഹമ്മദ് നടത്തുന്നതെങ്കിൽ നമ്മൾ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കരുത് എന്ന ഒരു ഹിഡൻ അജണ്ടയോടുകൂടിയാണ് അവർ കൊണ്ടുവരുന്നത്. പക്ഷെ ഇസ്ലാമിക കൊണ്ടുവരുമ്പോൾ അത് തിരിച്ചു. ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാൻ വേറെയും ഒരു കാരണമുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം, ഒരു കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് വിധിക്കണം, അല്ലെ? പേഴ്സണൽ വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അഥവാ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സന്ധി ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ, ഇസ്ലാമിക കോടതിയിൽ അത് വരുമ്പോൾ അവർക്ക് കൂടി, അല്ലെങ്കിൽ അവരുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? വിധിക്കണം. അപ്പോഴെന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധിച്ചു, എറിഞ്ഞുകൊല്ലാൻ വിധിച്ചു. അപ്പൊ അവർ സ്വീകരിച്ചില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ തൗറാത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ കുറിച്ച്? തൗറാത്തില് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യാൻ വേണ്ടി ഉരുളടിക്കാൻ തുടങ്ങി. അവസാനം അവരെ കൊണ്ട് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്യിപ്പിച്ചു, ഈ തൗറാത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് അവര് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത്. തൗറാത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എറിഞ്ഞുകൊല്ലാൻ തന്നെയാണ്. അതേസമയം പിന്നീട് ഞങ്ങൾ അതിൽ വെള്ളം ചേർത്തു, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റി. ഞങ്ങളുടെ ഇഷ്ടക്കാര് ചെയ്താൽ ഞങ്ങളുടെ ഇഷ്ടക്കാരോ അല്ലെങ്കിൽ കുലീന കുടുംബക്കാരൊക്കെ ചെയ്താൽ അവരെ ട്യൂട്ട് ചെയ്ത് കൊടുക്കും. അല്ലാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? സമൂഹത്തിൽ താഴ്ച കാണിക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്? ആ വിഷയമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് എന്താണ്? അവർക്കിടയിൽ നീ വിധി കൽപ്പിച്ചാൽ നീതിപൂർവമായ വിധിയായിരിക്കണം കൽപ്പിക്കേണ്ടത്, അതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. വകൈഫ യുഹക്കിമൂനക, എങ്ങനെ അവർ താങ്കളെ ജഡ്ജാക്കും? ഹക്കമ വിധിച്ചു. ഹക്കമ എന്നതിന് എന്ത് ചെയ്തു? ഹക്കമയാക്കി. എന്തായി? ഹക്കമ വിധിച്ചു, ഹക്കമ വിധിപ്പിച്ചു പറഞ്ഞാൽ വിധികർത്താവാക്കി.
കൈഫ യുഹക്കിമൂനക താങ്കളെ എങ്ങനെ അവർ വിധികർത്താവാക്കും വഇൻദഹുമു തൗറാത്തു ഫീഹാ ഹുക്മുല്ലാഹ് അവരുടെ അടുക്കൽ തൗറാത്തുണ്ട് അതിൽ അള്ളാന്റെ വിധിയുണ്ട് സുമ്മ യതവല്ലൗന പിന്നീട് അവരെന്ത് ചെയ്തു പിന്തിരിയുന്നു മിൻ ബഅദി ദാലിക അതിനുശേഷം എന്ന് പറഞ്ഞ കിതാബിൽ അള്ളാഹ് അവരുടെ കയ്യിലുള്ള തൗറാത്താകുന്ന കിതാബിൽ അള്ളാഹ് വ്യക്തമാക്കി കൊടുത്തതിന് ശേഷം അവർ പിന്തിരിയുന്നു ബഅദി ദാലിക അമാ ഉലൈക ബിൽ മുഅ്മിനീൻ അവർ യഥാർത്ഥ വിശ്വാസികളൊന്നുമല്ല അവര് യഥാർത്ഥ വിശ്വാസികളൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ കയ്യിലുള്ള കിതാബിലോ അവരുടെ ദൂതനിലോ അവര് വിശ്വസിച്ചു എന്ന് അവകാശപ്പെടുന്ന ദൂതന്റെ കൽപ്പനകളോ അവർ അംഗീകരിക്കുന്നില്ല അതിനുള്ള പറയുന്നത് അമാ ഉലൈക ബിൽ മുഅ്മിനീൻ അവർ വിശ്വാസികളല്ല അതിൽ തന്നെയും അവർ വിശ്വാസികളല്ല അവരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തിലും അവർക്ക് അവർ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളിൽ പോലും അവർ വിശ്വസിക്കുന്നില്ല ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ പിന്നീട് പറഞ്ഞ തൗറാത്തിനെ കുറിച്ച് പറയാം ഇതിപ്പോ ഖുർആനിൽ അവതരിപ്പിക്കുന്ന എന്തിനാ യൂതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകും ഒരു സമൂഹമായി ഉടമ്പടി ഉണ്ടാകുന്നതും അവർക്ക് വേണ്ടി വിധി കൽപ്പിക്കേണ്ട രീതിയും അല്ലെങ്കിൽ അവരുടെ വ്യക്തി നിയമങ്ങൾക്ക് അവരുടെ ജഡ്ജിനെ തന്നെ വെച്ചുകൊണ്ട് വിധി കൽപ്പിക്കാവുന്ന അനുവദനീയമായ അവസ്ഥയും അതേസമയം സുപ്രീം കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിന്റെ കോർട്ടിൽ വന്നു കഴിഞ്ഞാൽ വിധിക്കേണ്ട രീതിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഇതിൽ നിന്ന് മനസ്സിലാകും അതേപോലെ തന്നെ വിധിക്കേണ്ട സന്ദർഭത്തിൽ അവരുടെ ഗ്രന്ഥത്തിലും അല്ലെങ്കിൽ അവരുടെ നിയമപ്രമാണത്തിലും അനുസരിച്ച് നിയമവ്യവസ്ഥയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് കൂടി പരിഗണിച്ചുകൊണ്ട് വിധിക്കണം എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാകും അപ്പൊ വീണ്ടും എടുത്തു പറയാം ഇന്ന തൗറ അവരുടെ കയ്യിൽ ഇരിക്കുന്ന തൗറാത്തിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നാമാണ് അവതരിപ്പിച്ചത് നാം അവതരിപ്പിച്ചു എന്ന് പറയാം ഇന്ന അൻസൽന നാമാണ് അവതരിപ്പിച്ചത് ആ തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ അതിലെന്തുണ്ട് മാർഗദർശനമുണ്ട് വനൂർ പ്രകാശമുണ്ട് നൂർ എന്ന് എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ നോക്കിയാൽ അത് വേറൊരു പഠനത്തിന് കാരണമായിട്ട് ഗ്രന്ഥങ്ങളെ കുറിച്ച് നൂർ എന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയെന്നോ എന്താ കിട്ടിയത് അള്ളയെ കുറിച്ച് നൂറെന്ന് പറഞ്ഞു അള്ളാന്റെ ദൂതന്മാരെ കുറിച്ച് നൂറെന്ന് പറഞ്ഞു ഇവിടെ അള്ളാന്റെ ഗ്രന്ഥത്തെ കുറിച്ച് നൂറെന്ന് പറയും ഫിഹാ ഹുദൻ വനൂർ അതില് ഹുദയുണ്ട് നൂറുണ്ട് ഗ്രന്ഥങ്ങൾ എന്തല്ല ഗ്രന്ഥങ്ങൾ അന്ധവിശ്വാസം പഠിപ്പിക്കാനുള്ളതല്ല ഗ്രന്ഥങ്ങൾ അന്ധകാര യുഗത്തിലേക്ക് തിരിച്ചു പോകാനുള്ളതല്ല ഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങളാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രകാശം വരുത്തുന്നത് അള്ളാഹു നൂറ് സമാവത്ത് അപ്പൊ അള്ള പ്രകാശമാണ് അള്ളാന്റെ ഗ്രന്ഥങ്ങൾ പ്രകാശമാണ് അള്ളാന്റെ പ്രവാചകന്മാർ അപ്പോ അള്ള പ്രകാശം ഇറക്കിയിരിക്കുന്നു പ്രകാശമുള്ളതായ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു യഹ്കുമു ബിഹൻ നബിയ്യൂൻ നബിമാർ അത് വെച്ചുകൊണ്ട് വിധി കൽപ്പിച്ചിരുന്നു ഇവിടെ എന്ത് വിധിയെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം ക്രിമിനൽ നിയമത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ അപ്പോ ഹക്കമ യഹ്കുമു എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ എന്ത് വിഷയങ്ങളാണ് നമ്മൾ ഓരോ സന്ദർഭത്തിലും നോക്കണം ഹുക്മ് എന്ന് പറയുന്നിടത്ത് എന്താണ് സിവിൽ ക്രിമിനൽ നിയമങ്ങളാണ് പറയുന്നത് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ജക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒന്നും ഈ രീതിയല്ല ഉപയോഗിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴും ഈ രീതിയല്ല പറഞ്ഞത് ഖുദൂ അന്നി മനാസിക്കക്കും എന്ന് പറഞ്ഞു ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി എന്ന് പറഞ്ഞു അതേപോലെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ വിധി നമുക്കറിയാം തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം എന്ന് പറഞ്ഞു ഖുദ് മിൻ അംവാലിഹിം സദഖതൻ എന്ന് പറഞ്ഞു പക്ഷേ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു ഹക്കമ യഹ്കുമു എന്ന സംഗതിയാണ് യഹ്കുമു ബിഹൻ നബിയ്യൂന നബിമാർ അത് ഉപയോഗിച്ചുകൊണ്ട് വിധി കൽപ്പിച്ചിരുന്നു അല്ലദീന അസ്ലമു
കീഴൊതുങ്ങിയവരായ നബിമാർ. യഹ്കുമു ബിഹൻ നബിയ്യൂന അല്ലദീന അസ്ലമു, അള്ളാഹ്ക്ക് സമർപ്പിച്ചവരായ നബിമാർ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം എന്ന് പറഞ്ഞല്ലോ. റബ്ബ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോ അസ്ലിം എന്ന് പറഞ്ഞു. ഖാല ഇന്നി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ റബ്ബുൽ ആലമീന് കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ യഹ്കുമു ബിഹൻ നബിയ്യൂന അല്ലദീന അസ്ലമു, നബിമാരുടെ വിശേഷണമാണ് പറഞ്ഞത്. അവരെന്താണ്? സമർപ്പിതരാണ്, സമർപ്പിച്ചവരാണ്. ആർക്ക് വേണ്ടിയാണ് വിധി കൽപ്പിക്കുന്നത്? ലില്ലദീന ഹാദു, ജൂതന്മാർക്ക് വേണ്ടി അവർ വിധി കൽപ്പിച്ചിട്ടുണ്ട്. ജൂതന്മാരിൽ പല നബിമാർ വന്നിട്ടുണ്ട്. അവർക്ക് അവരുടെ ദൈവനിയുക്തരായ നബിമാരും റസൂലുമാരും അതേപോലെ രാജാക്കന്മാരുമാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ യഹ്കുമു ബിഹൻ നബിയ്യൂന അല്ലദീന അസ്ലമു, സമർപ്പിതരായ നബിമാർ അത് മുഖേന വിധി കൽപ്പിച്ചുകൊണ്ടിരുന്നു. ലില്ലദീന ഹാദു, ജൂതന്മാർക്ക് വേണ്ടി. വർ റബ്ബാനിയ്യൂന, റബ്ബാനികളും ദൈവഭക്തന്മാരായ ആൾക്കാരും. ദൈവഭക്തന്മാരായ ആൾക്കാരും അതേപോലെ അൽ അഹ്ബാറു, അവരിലുള്ള പണ്ഡിതന്മാരും. അവരുള്ള പണ്ഡിതന്മാരെ അത് നടപ്പാക്കിയിട്ടുണ്ട്. ഇത്തഖദു അഹ്ബാറഹും റഹ്ബാനഹും അർബാബും മിൻ ദൂനില്ലാഹി, വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഇവിടെ റബ്ബാനിയൂനും അൽ അഹ്ബാറും അവരിലുള്ള പണ്ഡിതന്മാരും ദൈവഭക്തരും നബിമാരും ഒക്കെ എന്ത് ചെയ്തിരുന്നു? ആ കിതാബ് അനുസരിച്ചാണ് വിധി കൽപ്പിച്ചുകൊണ്ടിരുന്നത്. ബിമസ്തുഹ്ഫിളു, ബിമാ എന്തുകൊണ്ടെന്നാൽ ഉസ്തുഹ്ഫിളു മിൻ കിതാബില്ലാഹി, കിതാബ് സൂക്ഷിക്കുവാൻ ഉസ്തുഹ്ഫിളു അവർ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടിരുന്നു. മിൻ കിതാബില്ലാഹി, ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെ. ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെ പരിരക്ഷിക്കാൻ വേണ്ടി അവര് ഏൽപ്പിക്കപ്പെട്ടു. സൂക്ഷിച്ചു, സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അതിന്റെ മജ്ഹൂൽ ഉസ്തുഹ്ഫിളു, അവർ സൂക്ഷിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതെ, അവരെന്ത് ചെയ്യുന്നു? അവരോട് അള്ളാഹ് ആവശ്യപ്പെട്ടിരുന്നു എന്നർത്ഥം. കിതാബില്ലാഹി, മിൻ കിതാബില്ലാഹി, അള്ളാന്റെ ഗ്രന്ഥത്തെ സൂക്ഷിക്കാൻ, അള്ളാന്റെ ഗ്രന്ഥത്തിലുള്ളതിനെ സൂക്ഷിക്കാൻ. വകാനു അലൈഹി ശുഹദാ, അവരതിന് സാക്ഷികളുമായി. ശുഹദ എന്ന് അത് വേറൊരു പഠനമായിട്ട് നമുക്ക് ചെയ്യാവുന്ന. ശുഹദ എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ശുഹദ എന്ന ഭാഗം എടുത്തിട്ട് ശുഹദ എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചു. ദേവമാർഗത്തിൽ കൊല്ലപ്പെടുന്നവരെന്നും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശുഹദാഇനെ ശുഹദ എന്നാണ് പറഞ്ഞത്. എന്താണ്? സാക്ഷികളാണ്. അപ്പോ സാക്ഷി എന്ന് പറയുന്നത് ഷാഹിദൂൻ എന്നുള്ള പറഞ്ഞില്ല. ആ ഷാഹിദ് വെറും ഉപരിപ്ലവമായ ഷഹാദത്തല്ല, വെറും ഉപരിപ്ലവമായ ഒരു സാക്ഷ്യമല്ല, മറിച്ച് എന്താണ്? ജീവിതത്തിൽ അന്തർലീനമായ ഒരു സാക്ഷ്യം, ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് അതിന് ഇന്റൻസീവ് ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. ഷഹീദ്, ഷാഹിദിന്റെ ബഹുവചനമല്ല പറഞ്ഞത്, ഷഹീദ് ശുഹദ. ഷാഹിദ് എന്ന് പറഞ്ഞ സാക്ഷ്യം വയ്ക്കുന്നത്, ഷഹീദ് എന്ന് പറഞ്ഞാൽ നന്നായി സാക്ഷ്യം വയ്ക്കും. അതിന്റെ ബഹുവചനമാണ് ശുഹദ. അപ്പൊ ഗ്രന്ഥത്തിൽ ഇറക്കപ്പെട്ടിരുന്നതിന് അവര് സാക്ഷിയായിരുന്നു. കാനു അലൈഹി ശുഹദ ഫലാ തഖ്ശൗ ഉന്നാസ, ജനങ്ങളെ ഭയപ്പെടരുത്. അത് യൂതന്മാരായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും സമൂഹത്തിലുള്ള ആരായിരുന്നാലും അവരെ ഭയപ്പെടേണ്ടതില്ല. വഖ്ശൗനി, വഖ്ശൗനിയുടെ പൂർണ്ണ രൂപം എന്താ?
അതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഏതെങ്കിലും അക്ഷരം ലോപിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? യാ ഉൽ മുത്തക്കല്ലിം പോയിട്ടുണ്ട്. യാ ഉൽ മുത്തക്കല്ലിം പോയിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയാൻ പറ്റും? നൂന് വിക്കായത്തുണ്ട് അവിടെ. നൂന് വിക്കായത്താണ്. യഖ്ഷൗനി നൂനുണ്ടോ? നൂനില്ല. യഖ്ഷൗ എന്നാണ്. യഖ്ഷ നീ ഭയപ്പെടും. യഖ്ഷൗ നിങ്ങൾ ഭയപ്പെടും. നീ എന്താണ്? നൂനിൽ വിക്കായത്ത് യാ ഒരു മുത്തക്കല്ലിമിൽ വരുന്നതുകൊണ്ടാണ് നൂനിൽ വിക്കായത്തുണ്ട്. അപ്പൊ യാ ലോപിച്ചാലും പ്രശ്നമില്ല, യാങ് പോയാലും കുഴപ്പമില്ല. പക്ഷെ ലോപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിർത്തുമ്പോൾ നൂനിലാണ് നിർത്തേണ്ടത്. നമ്മളിവിടെ യഥാർത്ഥത്തിൽ നിർത്തില്ല, പക്ഷെ നമുക്ക് നിർത്തേണ്ടി വന്നാൽ, ശ്വാസം പെടുന്ന സന്ദർഭം, ശ്വാസം കിട്ടാത്ത സന്ദർഭത്തിൽ എപ്പോഴെങ്കിലും നിർത്തേണ്ടി വന്നാൽ അപ്പൊ നിർത്തുന്നതിന്റെ നിയമങ്ങൾ കാര്യമാണ്. സുക്കൂനുള്ള വാവിന് ശേഷം നിർത്തിയാൽ 2, 4, 6 അക്ഷരങ്ങളൊക്കെ നിർത്താം അർക്കത്തില്. അപ്പൊ എന്തായി? നൂന് വിക്കായത്ത് അത് പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നിർത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വക്ഷവനി എന്നൊക്കെ വായിച്ച് പഠിച്ചു വെച്ചാൽ അവിടെ നീട്ടി പോകും. നമ്മൾ നിർത്തുന്നത് ബൈഹാർട്ടാക്കുമ്പോൾ നമ്മൾ തെറ്റിച്ചായിരിക്കും വായിക്കുക. പല തക്ഷ ജനങ്ങളെ ഭയപ്പെടരുത്. ജനങ്ങളെ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ സമൂഹത്തെ നീ പേടിക്കേണ്ടതില്ല. സമൂഹം എന്ത് തന്നെ പറയട്ടെ, സമൂഹം എന്ത് തന്നെ വിചാരിക്കട്ടെ, അവര് കുലീന കുടുംബത്തിൽ ജനിച്ചവരാകട്ടെ, അവർക്ക് സമൂഹത്തിൽ എന്ത് സ്ഥാനമുണ്ടാകട്ടെ, നീ വിധി നടപ്പാക്കുമ്പോൾ ന്യായമായിട്ടാണ് നടപ്പാക്കുക, നീതിപൂർവമാണ് വിധി നടപ്പാക്കേണ്ടത്. പല തക്ഷൗന്നാസ് ജനങ്ങളെ ഭയപ്പെടരുത്, വക്ഷൗനി എന്നെ ഭയപ്പെടുക. വലാതഷ്തറൂബി ആയാത്തി സമനം കരുതുക. എന്റെ ആയത്ത് എന്ത് ചെയ്യരുത്? വിൽക്കരുത് സമനം കളിയിലും തുച്ഛമായ വിലയ്ക്ക്. പറഞ്ഞെന്താണ്? നല്ല വിലയ്ക്ക് വേണം വിൽക്കാൻ. കോടിക്കണക്കിന് കാശിന് വേണം വിൽക്കാനല്ല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിൽക്കുന്നത് തുച്ഛമായ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഈ എത്ര വലിയ സംഖ്യയാണെങ്കിലും, അത് ബില്യൺ ആണെങ്കിലും ട്രില്യൺ ആണെങ്കിലും, എത്ര വലിയ സംഖ്യയാണെങ്കിലും നിങ്ങളുടെ പരലോക ജീവിതം വെച്ച് നോക്കിയാൽ അത് തുലവും നിസ്സാരമാണ്. അപ്പൊ നിങ്ങൾ വിൽക്കുന്നത് എത്ര തന്നെ വലിയ സംഖ്യയായിരുന്നാലും, പൂജ്യത്തിന് ലിമിറ്റ് ഇല്ലാത്ത പൂജ്യമുള്ള സംഖ്യയാണെങ്കിലും അതെന്താണ്? തുലവും നിസ്സാരമാണ്. അതാണ് സമനം കലീലെന്നത്. അല്ലാതെ വലിയ വിലയ്ക്ക് വിൽക്കണമെന്നില്ല. അമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിച്ചോളാം. ഹക്കമ യഹ്കുമു എന്ന കാര്യമാണ് പറഞ്ഞത്. ഹക്കമ യഹ്കുമു എന്ന വിഷയങ്ങൾ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഞങ്ങൾക്ക് അതിന്റെ ലിങ്കും മറ്റു കാര്യങ്ങൾ തോന്നി. അപ്പൊ ഹക്കമ വിധി കൽപ്പിച്ചു. ഒമല്ലം യഹ്കും ഏതൊരുവൻ വിധി കൽപ്പിക്കുന്നില്ലയോ ബിമാ അൻസലല്ലാഹ് അല്ലാഹ് ഇറക്കിയതിനെ കൊണ്ട്, ഫഉലൈക ഹുമുൽ കാഫിറൂൻ അവരാണ് സത്യനിഷേധികൾ. കുഫർ ചെയ്യുന്നത് അവരാണ്. കതബന അലൈഹിം ഫീഹ നാം അവർക്ക് എന്ത് ചെയ്തിരുന്നു? ഫർളാക്കിയിരുന്നു. കതബന അലൈഹിം എന്ന് പറഞ്ഞാൽ നിയമമാക്കി. കതബ നിയമമാക്കിയിരുന്നു. വിധി രേഖപ്പെടുത്തിയിരുന്നു എന്ന് പരിഭാഷ കാണുന്നു. എന്തായിരുന്നാലും അവർക്ക് നിയമമാക്കിയിരുന്നു, നിർബന്ധമാക്കിയിരുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഫിഹ അതിൽ അന്ന നഫ്സ അഥവാ ഒരു നഫ്സിന് ബിൻ നഫ്സി, നഫ്സിന് പകരം ഒരു നഫ്സ്, വൽ ഐന ബിൽ ഐൻ അഥവാ വ്യക്തിയെ വധിച്ചാൽ ആ വ്യക്തിയെ വധിക്കുക എന്നതാണ്. വൽ ഐന ബിൽ ഐനി കണ്ണിന് പകരം കണ്ണ്, വൽ അൻഫ ബിൽ അൻഫി മൂക്കിന് പകരം മൂക്ക്, വൽ ഉദുന ബിൽ ഉദിനി ചെവിക്ക് പകരം ചെവി, വസ്സിന്ന ബിസ്സിന്നി പല്ലിന് പകരം പല്ല്, വൽ ജുറൂഹ ഖിസാസ് വൽ ജുറൂഹ മുറിവുകൾ ഖിസാസ് പ്രതിക്രിയയായി. അതിന്റെ മുഫ്രദ് എന്തായിരുന്നു?
ജുറഹുൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഏകവചനം ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ജുറഹുൻ, ജുറൂഹ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ശരീരത്തിലെ അവയവങ്ങൾ, ഏതെല്ലാം അവയവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ? ഒന്നും എടുക്കാൻ പറഞ്ഞപ്പോൾ കുറെ അവയവങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? പ്രധാനമായും അവയവങ്ങളെ കുറിച്ച് പറഞ്ഞത് അവിടെയും ഇവിടെയും ഈ സൂറത്തിൽ തന്നെ. സൂറത്ത് നിസാരം വന്നിട്ടുണ്ടെന്ന് എനിക്ക്. അപ്പൊ ആ 2 ആയത്തും വായിച്ചു നോക്കിയാൽ നമുക്ക് അവയവങ്ങളുടെ പേര് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ മറ്റ് അവയവങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കളക്ട് ചെയ്യാം. ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്ന അവയവങ്ങൾ, ശരീരത്തിലെ അവയവങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ. നിർഫഖ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവയവമല്ല, അതെന്താണ്? അത് ശരീരത്തിന്റെ ഭാഗമാണ്. അതേപോലെ കഴുത് പറഞ്ഞു, അതൊക്കെ ശരീരത്തിന്റെ ഭാഗമാണ്. നാവ് അവയവമല്ലേ? എന്തായിരുന്നാലും ശരീരഭാഗങ്ങൾ നമുക്ക് പറയാം. ശരീരത്തിന്റെ ഭാഗങ്ങൾ പറഞ്ഞു. പിന്നെ അത് ഇന്റേണലുണ്ട്, എക്സ്റ്റേണലുണ്ട്, പെയറായിട്ടുള്ളതുണ്ട്, പെയർ അല്ലാത്തതുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? എഴുതി വയ്ക്കുക. ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ ലഹ്. ഫമൻ തസദ്ദഖ ബിഹി, അതിനെ ആരെങ്കിലും സദഖ ചെയ്താൽ, പറഞ്ഞാൽ എന്താ? തസദ്ദഖ, വിട്ടുവീഴ്ച ചെയ്യുക എന്നാണ്. അല്ല, സത്യപ്പെടുത്തിയ. സത്യപ്പെടുത്തി. തസദ്ദഖ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ദാനമായി നൽകി. സദ്ദഖ സത്യപ്പെടുത്തി, തസദ്ദഖ ദാനമായി നൽകി. അപ്പം ദാനമായി നൽകുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? എന്താ പറയുന്നത്? ഇവിടെ ഒരു നഫ്സിന് പകരം ബിൻ നഫ്സ്, അതാണ് വിധി. അതേസമയം പമൻ തസദ്ദഖ, ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ ഫഹുവ കഫാറത്തുൻ ലഹു, അതവന് പ്രായശ്ചിത്തമാണ്. എന്ത് ചെയ്യാം? ആ പ്രതിക്രിയ നടപ്പാക്കാതെ, വിട്ടുകൊടുക്കാതെ പ്രതിക്രിയ ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നില്ല? പ്രതിക്രിയ ചെയ്യുന്നില്ല. അങ്ങനെ പ്രതിക്രിയ ചെയ്യാതെ വിട്ടാൽ കഫാറത്തുൻ ലഹു, അവനത് എന്താണ്? കഫാറത്താണ്, പ്രായശ്ചിത്തമാകുന്നു. അത് ഫഹുവ കഫാറത്തുൻ ലഹു എന്നെന്ത് പറഞ്ഞു? അത് അവന് പ്രായശ്ചിത്തമാണ്. ആർക്ക് പ്രായശ്ചിത്തമാണ്? തെറ്റ് ചെയ്ത ആൾക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ? വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയാണ്. ആരാ വിട്ടുവീഴ്ച ചെയ്ത് നോക്കുന്നത്? ഞാനാ വിട്ടുവീഴ്ച. എന്നോട് വേറൊരാൾ ഇങ്ങോട്ട് തെറ്റ് ചെയ്തു, ഞാൻ പ്രതിക്രിയ ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു? വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. അപ്പോൾ കഫാറത്ത് ആർക്കാണ്? എനിക്ക് കഫാറത്ത്. എനിക്ക് എന്തിന് കഫാറത്ത്? ഞാൻ ചെയ്തു പോയിട്ടുള്ള അനവധി തെറ്റുകൾക്ക് അതെന്തായിരിക്കും? കഫാറത്തായിരിക്കും, പ്രായശ്ചിത്തമായി. ആ തെറ്റുകൾ അത് മുഖേന എന്റെ തെറ്റുകൾ കുറക്കപ്പെടും എന്നർത്ഥം. അപ്പൊ ഇവിടെ 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നുണ്ട്. ഒന്നെന്താണ്? പ്രതിക്രിയ നിയമമാണ്. ബക്കറിൽ എന്ത് പറഞ്ഞു പ്രതിക്രിയയെ കുറിച്ച്? പ്രതിക്രിയ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞത്? ഇത് വളരെ വലിയൊരു ഫിലോസഫിയാണ്. അത് ബക്കറിൽ പറഞ്ഞു. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലുൽ അൽബാബ്. യാ ഉലു ആണോ ഉലിയാണോ? കാര്യം എന്ത്? യാ ഉലു എന്ന് പറയാൻ കാര്യം എന്ത്? ഉലു അല്ല, ഉലിൽ അൽബാബ്. വിളിക്കുന്നതിന്റെ ഇളാഫത്ത് ചെയ്താൽ എന്താവും? മുനാദയ അബ്ദല്ലാഹി എന്നല്ലേ പറയുന്നത്? അബ്ദല്ലാഹി എന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെയായത്?
ഉലു എന്നതിനെ ആണ് റഫ് ചെയ്തത്. ബാക്കിയെല്ലാം എന്താണ്? ജെറെല്ലാം ജെറായിരുന്നാലും നെസ്ബായിരുന്നാലും മുലിയാണ്. അത് ഏത് ഫോമാ വരുന്നത്? അത് എങ്ങനെയാ വരുന്നത്? ഉലി അത് നമ്മൾ എന്ത് ആലന്റെ ചെയ്താണ്? ആണോ? ഈനയും മൂനയും ആണെന്ന് വിചാരിച്ചാൽ മതി. ഊന ഉലു വരുന്നത് റഫ് ആ. ചെയ്യപ്പെട്ടത്. ബാക്കി രണ്ടെണ്ണവും ഉലിയാണ് വരുന്നത്. അപ്പൊ അതിന് നൂനും പോയതാണോ? അതിൽ നൂനില്ല. ഉലു എപ്പോഴും എന്താണ്? ഇമാമ് ചെയ്യപ്പെട്ടേ വരുള്ളൂ. ഉള്ളവർ എന്തുള്ളവർ? ദൂന് ശേഷം ഇലാഫത്ത് ചെയ്തേ വരുള്ളൂ. ദുൽ അർഷി അല്ലെങ്കിൽ ഇതു എന്ത്? അതിന് ശേഷം വേറെ എന്തെങ്കിലും ചേർന്നേ വരും. അപ്പൊ ഏതായിരുന്നാലും വലക്കും ഹയാത്തുൻ, നിങ്ങൾക്ക് ലൈഫ് ഉണ്ട്. അപ്പോ ജീവിതത്തിന്റെ അടിസ്ഥാന സംഭവമാണെന്ത്? കിസാസ്, പ്രതിക്രിയ. അപ്പോ ഒരു ഭാഗത്ത് പ്രതിക്രിയ അനുവദിക്കുക അല്ലെങ്കിൽ നിർബന്ധമാക്കുകയും മറുഭാഗത്ത് എന്താണ്? പ്രതിക്രിയ ചെയ്യാൻ അവകാശമുള്ള ആൾക്ക് അത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്താൽ എനിക്ക് കഫാറത്തായി കിട്ടും. വേറെ പല തെറ്റുകൾക്കും അത് പ്രായശ്ചിത്തമായി മാറും. അതാണ് ഇസ്ലാമിന്റെ വിശാലത. അപ്പോ അള്ളാഹ് ഇറക്കിയതനുസരിച്ച് വിധിക്കാത്തവൻ എന്തായി? നേരത്തെ എന്താ പറഞ്ഞത്? ഇനി അടുത്ത ആയത്തിൽ വേറെ ഒരു കാര്യം കൂടെ പറയും. അടുത്ത ആയത്തില് ഇനി ഇപ്പൊ പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞെല്ലാം ജൂതന്മാരെ കുറിച്ചാണ്. ജൂതന്മാരെ കുറിച്ച കാര്യങ്ങൾ പറഞ്ഞ സന്ദർഭത്തിലാണ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞത്. ഈ ബൈബിളിനെ കുറിച്ചും പറയുന്നുണ്ട്, അതേപോലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ പറഞ്ഞിടത്തെല്ലാം ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയും. ഹുക്മ് അത് നിങ്ങൾ അടുത്ത ആയത്തുകൾ അടുത്ത നമ്മൾ നാളെ അതിന്റെ ഇത് തരുമല്ലോ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ഘടനയൊന്നും നമുക്ക് മനസ്സിലാകാതില്ല. മനസ്സിലാകാത്ത ഘടന വല്ലതും ഉണ്ടോ? കെട്ടിക്കൊടുക്കില്ല. ഉണ്ടെങ്കിൽ പറയണം. നമ്മള് നാമവാക്യത്തിന്റെയോ അല്ലെങ്കിൽ ക്രിയാവാക്യത്തിന്റെയോ എന്തെങ്കിലും ഘടന അറിയാത്തതുണ്ടെങ്കിൽ പറയണം. ഇത് തീർന്ന് അരമണിക്കൂറത്തെ ക്ലാസ്സുകളൊന്നും. ഇനി നമ്മളങ്ങോട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആവാഹിക്കണം. അതിന്റെ മീനിങ് നമ്മളിലേക്ക് വരണം, സന്ദർഭം വരണം, ആശയങ്ങൾ വരണം. വലിയ വലിയ വിഷയങ്ങളായി പറഞ്ഞിരിക്കുന്നത്. അത് വിശാലമായി നമ്മൾ തുറന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണം. വെറും പരിഭാഷ വായിച്ചു പോയിട്ട് കാര്യം. നമ്മൾ വായിക്കുന്ന പരിഭാഷകളെ പലതും നമുക്ക് എല്ലാവരും പുണ്യത്തിന് വേണ്ടി വായിക്കാം. അതിന് ഇസ്ലാമിന്റെ വിശാല വീക്ഷണത്തോടു കൂടി വായിക്കാം. ഇത്രയും വിശാലമാണ് ഇസ്ലാം എന്ന രീതിയിൽ വായിക്കാം. ഇസ്ലാമിന്റെ വിശാല മനസ്കതയെ കുറിച്ചല്ല പറയുന്നത്. എല്ലാ കാര്യങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാം. എല്ലാ കാര്യങ്ങളും അതെല്ലാത്തിനെയും പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. ഏതെങ്കിലും ഒരു സംഗതി ഇസ്ലാമിന്റെ പുറത്തില്ല. എല്ലാം ഇസ്ലാമിന്റെ അകത്തേ ഉള്ളൂ. ഓക്കെ. കഫാറത്ത് എന്താ ഉസ്താദേ? കഫാറത്ത് പ്രായശ്ചിത്തം. കഫാറത്ത് ബക്രീ വന്നില്ലേ? വന്നിട്ടുണ്ടെന്നാ എന്റെ ഓർമ്മ.
യഹ്കുമു ബിഹൻ നബിയൂന എന്ന് പറഞ്ഞു. നബിമാരെ അത് മുഖേന വിധി കൽപ്പിച്ചിരുന്നു. ലില്ലദീന ഹാദു എന്താർത്ഥം? ജൂതന്മാർക്ക് വിധി കൽപ്പിച്ചിരുന്നു. റബ്ബാനിയൂന എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഭക്തന്മാർക്കും വേണ്ടിയും വിധി കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞൂടാ? വല്ലഹ്ബാറു പണ്ഡിതന്മാർക്ക് വേണ്ടിയും വിധി കൽപ്പിച്ചിരുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞൂടാ? കാരണം ലില്ലദീന വന്നു, ലീ വന്നു, പിന്നെ ഹാദു വന്നു, റബ്ബാനിയൂന വന്നു, വല്ലഹ്ബാറു വന്നു. അപ്പൊ ലീ പറഞ്ഞത് റബ്ബാനിയൂനും അഹ്ബാറിനും പ്രസക്തമാണോ എന്നാണ് എന്റെ ചോദ്യം. ആണോ? അത്തഫ് ചെയ്തോ? ഏതിനോടാണ് അത്തഫ് ചെയ്തിരിക്കുന്നത്? ലില്ലദീന ഹാദുവിനോടാണ് അത്തഫ് ചെയ്തിരിക്കുന്നത്. റബ്ബാനിയൂന ഇതിനാണ് നമ്മൾ എന്ത് ചെയ്ത് ഗ്രാമർ പഠിക്കുന്നത്. നബിയൂനയിലേക്കല്ലേ അത്തഫ് ചെയ്തിരിക്കുന്നത്? ഏതിനോട്? നബിയൂന. എങ്ങനെ മനസ്സിലായി? അത് രണ്ടും ഒരേ ഇറാബാണ്. അപ്പം യഹ്കുമു ബിഹൻ നബിയൂന അത് മുഖേന നബിമാർ വിധി കൽപ്പിച്ചിരുന്നു. റബ്ബാനിയൂന ദൈവഭക്തരും വിധി കൽപ്പിച്ചിരുന്നു. ലീയോട് ചേർത്താൽ ലില്ലദീന ഹാദു എന്ന് പറഞ്ഞാൽ ഹാദുവില് ലില്ലദീന ഹാദു എന്നതില് പിന്നെ അല്ലദീന ഹാദു എന്ന് പറഞ്ഞാൽ ക്രിയാരൂപമായതുകൊണ്ട് പിന്നെ എന്ത് വന്നു? ലില്ലദീന കെസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കെസർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ റബ്ബാനിയീന എന്നാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിനാണ് നമ്മൾ ഇറാബ് പഠിക്കുന്നത്. ഇറാബെന്ന പേര് ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങളാണ് പറഞ്ഞത്. വേറെ സംശയങ്ങളൊന്നുമില്ല. ഇവിടെ കാനു വന്നത്, കാനയുടെ പിന്നെ ഇതെന്താ ഖബർ എന്താ വരുന്നത്? കാനയുടെ ഖബർ എന്താ? അലൈഹി ശുഹദാ എന്നുള്ളത് ആ ഒരു ജുംലയാണ്. അലൈഹി ശുഹദാ എന്ന ശിബ്ഹ് ജുംലയാണ്. അത് അതിന്റെ കാനയുടെ ഖബർ നമുക്ക് അറിയേണ്ടതില്ലെങ്കിൽ അത് അറിയേണ്ടതില്ല. അത് നോക്കി പോയാൽ മതി. അത് നമ്മൾ ഗ്രാമറിനെ ചുഴിഞ്ഞ് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്രാമർ പഠിക്കുന്നത് രണ്ട് സംഗതിയുണ്ട്. കലയ്ക്ക് വേണ്ടിയാണോ അതല്ല ആശയ സംവേദനത്തിന് വേണ്ടിയാണോ? ഭയങ്കര ചർച്ചയാണ്. കലയ്ക്ക് വേണ്ടിയാണോ അതല്ല ആശയ സംവേദനത്തിന് വേണ്ടിയാണോ? ഒരു ആശയം വേറൊരാൾക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് കല ഉപയോഗിക്കുന്നത്, അല്ലാതെ കലയ്ക്ക് വേണ്ടിയല്ല. ഗ്രാമർ എന്തിനു വേണ്ടിയാണ്? ഗ്രാമറിന് വേണ്ടിയാണോ ആശയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണോ? ആശയം മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പൊ നമുക്ക് നേരത്തെ മനസ്സിലായി യഹ്കുമു ബിഹൻ നബിയൂന അല്ലദീന ഹാദു ലില്ലദീന ഹാദു വറബ്ബാനിയൂന എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് അനിവാര്യമായി അല്ലേ? കാരണം ലില്ലദീനയോട് ചേർത്തിട്ടുണ്ടെങ്കിൽ നീ വന്നത് കൊണ്ട് വറബ്ബാനിയീന എന്നേ വരാൻ. അപ്പോ ഹുക്മ് നടത്തിയത്, വിധി കൽപ്പിച്ചത് ഇതിമാരും റബ്ബാനിയൂനയുമാണ്, അല്ല അഹ്ബാറുമാണ്. അപ്പൊ അവിടെ ഇറാബ് കൊണ്ട് നമുക്ക് ഗ്രാമർ മനസ്സിലാക്കാം. കാനു അലൈഹി ശുഹദ എന്നടുത്ത് കാനയുടെ ഇസ്മ് അതിനകത്തുള്ള സർവനാമമാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് ബാക്കി നമ്മൾ ഖബർ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഖബർ ഒരു പദമാണെങ്കിൽ മാത്രമേ അതിന്റെ അടയാളം നമുക്ക് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് അതിന്റെ അടയാളം കാണാൻ പറ്റില്ല. ഒരു പദമായിരിക്കും. ഇവിടെ ബിമാ വന്നിരിക്കുന്നില്ലേ? ബിമാ. ആ മാ സാധാരണ മാന്റെ അലിഫിനെ കളയുന്നത് ഇസ്മുൽ ഇസ്തിഫാം മായല്ല. അത് പിന്നെ ആ അർത്ഥത്തിലുള്ള മായ അല്ലാത്തത് കൊണ്ടാണ്. ഇത് ഏത് മായാണ് വരുന്നത്? മൗസൂലയുടെ മായ എന്തെന്നായാലാണോ അത് എന്നർത്ഥം. ബി കൊണ്ട്
ബിമാ ഒന്നുകൊണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം മനസ്സിലായില്ലെന്ന് വെച്ചാൽ അപ്പൊ പോകാത്ത അലിഫുള്ള അപ്പൊ അലിഫ് പോകാത്ത മായുണ്ട്. ബിമ എറിഞ്ഞാൽ ബിമ അമ്മ എന്ന് പറഞ്ഞത് എന്താണ്? എന്ത് എന്ന ചോദ്യമല്ലേ? അതെ. അതേപോലെ ബിമ അപ്പൊ ചോദ്യമാണത്. ഇവിടെ എന്താണ്? ഏതെന്നാണോ അത് എന്ന അർത്ഥത്തിലുള്ള മായ. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ദീർഘമായി ചിന്തിക്കേണ്ട കാര്യമില്ല. തൽക്കാലം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ നമുക്ക് ഗ്രാമർ മനസ്സിലായി, ഗ്രാമർ കൊണ്ട് ഖുർആന്റെ ആശയം മനസ്സിലാക്കാൻ അനിവാര്യം. നമ്മൾ നഹ്വുൽ വാദിയുടെ 90% പഠിപ്പിക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ സിലബസിലും മൊത്തം നമ്മൾ പാഠപുസ്തകം വരുമ്പോൾ അതെല്ലാം വരും. അമ്മ നഹ്വുൽ വാദിയുടെ 90%. അതുകൊണ്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്ന പുസ്തകം എല്ലാവരും വാങ്ങണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മൾ പ്രധാനപ്പെട്ട വ്യാകരണമൊക്കെ അതിനകത്ത് 90% വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കാനോ ഗ്രന്ഥരചന നടത്താനോ അല്ല പഠിപ്പിക്കും. മറിച്ച് എന്താണ്? ആശയം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് മിക്കവാറും ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രാമറിലൂടെ ഖുർആൻ മനസ്സിലാക്കണം, ഇങ്ങോട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ട് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ഖുർആൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതാണ് അതിന്റെ നിയമം എന്ന് നമുക്ക് കിട്ടും. ഖുർആൻ വായിച്ചു പഠിക്കുകയാണ് നമ്മൾ. ഖുർആൻ വായിച്ചു പഠിക്കുമ്പോൾ എന്തായി? നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ ഖുർആനിലുള്ള ഗ്രാമർ നമ്മൾ പഠിച്ചു. ഖുർആൻ മനസ്സിലാക്കും നമുക്ക്. പിന്നെ ഖുർആന്റെ അതായത് നമ്മളെ വിശ്വാസത്തിന് വിരുദ്ധമായി ഖുർആൻ നമുക്ക് വ്യാഖ്യാനിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. നമ്മളെ വിശ്വാസത്തിന് അനുഗുണമായിട്ടാണ് ഖുർആൻ ഉൾക്കൊള്ളുന്നത്. അപ്പൊ വിരുദ്ധമായിട്ട് വരില്ല. അപ്പൊ എന്തായി? ആ ഗ്രാമർ നമുക്ക് ഇങ്ങോട്ട് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ പഠിക്കും തോറും മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അതായത് ഒറ്റയടിക്ക് മനസ്സിലാവുന്നതല്ല പറയുന്നില്ല. ഒറ്റയടിക്ക് ഇപ്പൊ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാക്കണമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഗ്രാജുവലി 1 by 1 ആയിട്ട് മനസ്സിലായിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താ പറയാ, വായിക്കും തോറും ഉൾക്കൊള്ളും തോറും അതിന്റെ അടുത്ത തലത്തിലേക്ക് ഇറങ്ങും തോറും നമ്മൾ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. പിന്നെ കുറെ ആൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ പഠിച്ച കാര്യം എങ്ങനെയാണ് കേട്ടോ, അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഞാൻ ഗ്രാമർ നഹ്വുവാദിയൊക്കെ 6 ഭാഗം പഠിച്ചതാണ്. പക്ഷെ അതൊക്കെ കോളേജിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പഠിച്ചതല്ലേ. 6 ഭാഗം നന്നായിട്ട് പഠിക്കണമായിരുന്നു. നമുക്ക് ഡിഗ്രിക്ക് പഠിക്കാം. അത് പഠിപ്പിച്ചാൽ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അതിന് മുമ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ശരിയായിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവിടെ കഴിഞ്ഞു. അതേസമയം പിന്നീട് നമ്മൾ ഗ്രാമർ എങ്ങനെയാ പഠിക്കുന്നത്? പിന്നീട് ഖുർആനിലൂടെ നമ്മൾ ഗ്രാമർ പഠിക്കുന്നത്. ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഇത് അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ അത് ശരിയാണോ എന്നുള്ളത് സങ്കല്പം ശരിയാണെന്ന് എടുത്ത് നോക്കിയാൽ അങ്ങനെ കുറെ ആൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പറയത്തക്ക രീതിയിലുള്ള ഗ്രാമർ വരും. അപ്പൊ എന്നൊക്കെ പറഞ്ഞു, ജനങ്ങളെ ഭയപ്പെടേണ്ടതെന്ന് നിങ്ങൾ ഗ്രാമർ കിട്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് ഖുർആൻ മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. ഖുർആൻ മനസ്സിലാകേണ്ട ഗ്രാമർ ഇപ്പോൾ നമ്മൾ പഠിക്കുക. പിന്നെ ഖുർആൻ മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ തിരിച്ചങ്ങോട്ട് വേറെ ഇപ്പൊ നമുക്ക് കിതാബൊക്കെ വായിക്കാൻ പറ്റും കേട്ടോ. കിതാബുകൾ വായിക്കുന്നത് നമ്മളിപ്പോ ഖുർആനും ഇസ്ലാമികമായ ദീനിയായ കിതാബുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള വൊക്കാബുലറിയും അതിന് പറ്റിയ സംഗതികളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകും തോറും ആ വിഷയവുമായി ബന്ധപ്പെട്ട കുറെ വൊക്കാബുലറികൾ വരും. നമ്മളിവിടെ സംഹരിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത പ്രാവശ്യം വരും. അതിന്റെ കൂടെ ചേർത്തിട്ട് ഈ ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ് എന്ന 3 പോയിന്റ് നമ്മൾ എഴുതിയിടാൻ പറയും കേട്ടോ. ഇവിടെ 3 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാഫിറും ളാലിമുൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെല്ലാം വിഭാഗങ്ങളോട് കുറിച്ചിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ 2 കാര്യം പറഞ്ഞതും ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു വഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് പറഞ്ഞതും ഹുമുൽ ളാലിമുൻ എന്ന് പറഞ്ഞതും ജൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രം പ്രസക്തമാണെന്നല്ല പറഞ്ഞു. ജൂതന്മാരുടെ വിഷയം പറഞ്ഞപ്പോഴാണ് ഈ വിഷയം പറഞ്ഞിട്ട് അവിടെ മുമ്പ് അതിന് തൊട്ട് മുമ്പ് ജീം ഇട്ടിട്ട് എന്ത് ചെയ്തു? അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷമാണ് പിന്നീട് പറഞ്ഞത് ഒമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു വഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ഹുമുൽ ളാലിമൂൻ എന്നും പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയും ഹുമുൽ ഫാസിഖൂൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഹുക്കുമിനെ കുറിച്ച് വീണ്ടും അങ്ങോട്ട് വിശദീകരിക്കുന്നുണ്ട്. അത് മുഹമ്മദീയ ശരീഅത്തിനെ കുറിച്ചാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ കുറിച്ചാണ് ആ പറയുന്നത്. അപ്പോൾ എല്ലാ സമൂഹത്തെയും അഡ്രസ് ചെയ്തിട്ട് ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. എന്നാൽ ഒരു വിഭാഗത്തിനും പ്രത്യേകമല്ല അത്. അപ്പൊ അത് നമ്മൾ അടുത്ത പ്രാവശ്യം അടുത്ത പേജ് ചെയ്യുന്ന സന്ദർഭത്തിൽ അത് നമ്മൾ സംഗ്രഹിച്ച് എഴുതണം. ബാക്കിയെല്ലാം നിങ്ങൾ സ്റ്റഡിക്ക് വിട്ടുവന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതിൽ ചോദ്യം ചെയ്യുന്നില്ല, അത് കൗണ്ട് ചെയ്യുന്നില്ല, എന്ത് ചെയ്തു റെസ്പോണ്ട് ചെയ്തവരാരും പറയുന്നില്ല. ഇതുവരെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അതങ്ങ് വിട്ടു. നാളത്തെ വരുന്നതിലാണ് ഇത് എഴുതേണ്ടത്. ഹുക്മ എന്ന കാര്യം ഏതെല്ലാം വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹക്കമ വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുക. നോക്കിയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം കുത്തിയിട്ട് നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 2-3 കാര്യങ്ങളെങ്കിലും നമ്മൾ എടുത്ത് എഴുതുക. നമ്മളെ നോട്ട്ബുക്കിലോ പഠന സംഗതികളിലൊക്കെ എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മെനക്കെട്ടിരുന്ന് ആദ്യം മുതൽ അവസാനം വരെ ഇതിന്റെ ആശയമല്ല പഠിക്കുന്നത്, മറിച്ച് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ വിശദീകരണമല്ല പഠിക്കുന്നത്, മറിച്ച് നമ്മൾ പഠിക്കുന്നത് അതിന്റെ വായിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യമാണ്. അതേസമയം ക്ലാസ്സുകൾക്കിടയിൽ നമ്മൾ അതിന്റെ ആശയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. അതിന് ഓരോ ആഴ്ചയും ഒരു പേജാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് സംബന്ധമായ പഠനം നമ്മൾ നടത്താൻ പറ്റും, സമയം ലഭ്യത. അല്ലാതെ എല്ലാ പേജും കൂടെ വെച്ചിട്ട് മൊത്തം വായിച്ച് ആശയം മനസ്സിലാക്കാൻ പറ്റില്ല, ചർച്ച ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ ഒരു ഭാഗം പഠിക്കുമ്പോൾ മറുഭാഗങ്ങളിലൂടെ നമ്മളെ ശ്രദ്ധ പോകണം പല വിഷയങ്ങളെ കുറിച്ചും. അപ്പൊ അത് ഹുക്കുമിനെ കുറിച്ചും പിന്നീട് ലം യഹ്കും ബിമാ അൻസല അള്ളാഹ് ഇറക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കാത്തവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നുമാണ് എഴുതുക. ഏതെല്ലാം വിഷയത്തെ കുറിച്ച് ഹക്കമ യഹ്കുമോ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്, അള്ളാഹ് ഇറക്കിയതനുസരിച്ച് വിധി കൽപ്പിക്കാത്തവരെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടാണ് സ്കാൻ ചെയ്തിട്ട് ഇവിടെ, അല്ലാതെ പേപ്പറിൽ എഴുതിയിട്ടല്ല ഇവിടെ. അതുകൊണ്ട് ഇത് ആ ബുക്ക് അവിടെ റെക്കോർഡായിട്ട് ഉണ്ടായിരിക്കണം, നമ്മൾ വർക്ക് ചെയ്ത ബുക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കണം. അപ്പൊ നമ്മൾ എഴുതിയത് തെറ്റാണെങ്കിൽ അത് പ്രത്യേകം മാർക്ക് ചെയ്യണം. തെറ്റായിട്ട് അത് ക്യാൻസൽ ചെയ്തിട്ട് ശരിയാക്കണം. അതേസമയം അതും ഒരു ശരിയാണ്, നമ്മൾ എഴുതിയതും ഒരു ശരിയാണ്, വേറൊരാൾ എഴുതിയതും ശരിയാണെങ്കിൽ ആ ശരിയും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. നിങ്ങൾ എഴുതിയതിനെ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എഴുതിയ പോയിന്റ് വേറെ ആരെങ്കിലും എഴുതിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമില്ല. അതൊരു ശരിയാണ്, വേറൊന്നും ശരിയാണ്. അതേസമയം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരാളുടെ എഴുത്തിലോ അത് തെറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്തിട്ട് ശരി എഴുതി വയ്ക്കണം. അതാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി ഖുർആൻ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം.